ഋഗ്വേദം തുടർ പഠനം ക്ലാസ്സിലെ പുരുഷ സൂക്തം ക്ലാസ് അവതരിപ്പിക്കാനായിട്ട് ശ്രീ കോതാങ്കലം വാസുദേവൻ നമ്പൂതിരി അവരെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അപ്പോ 10 ട്രിക്ക് പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 11ഉം 12ഉം 2 ട്രിക്കുകള്. ആദ്യത്തെ ട്രിക്കാണ് 11ാമത്തെ ട്രിക്ക്. യൽ പുരുഷം വ്യദധു കതിധാ വ്യകൽപയൻ മുഖം കിമസ്യ കൗ ബാഹു കാ ഊരുപാദ ഉച്യേതേ. അങ്ങനെ 2 അന്തങ്ങള്. ആദ്യത്തെ അന്തം യൽ പുരുഷം വ്യദധു കതിധാ വ്യകൽപയൻ. ആദ്യത്തെ പാദം യൽ പുരുഷം വ്യദധു, രണ്ടാമത്തെ കതിധാ വ്യകൽപയൻ. ആദ്യത്തെ പാദത്തിലെ പദങ്ങള് യൽ പുരുഷം വി അദധു. യൽ എന്നുള്ളതിന്റെയും പുരുഷം എന്നുള്ളതിന്റെയും വി എന്നുള്ളതിന്റെയും സ്വരങ്ങള് മുമ്പ് പഠിച്ചതാണ്. ഒക്കെ ആദ്യദാത്തം. പിന്നെ അദധു എന്നുള്ളതാണ്. അദധു എന്നുള്ളത് ഒരു ക്രിയാപദമാണ്. പക്ഷെ യശബ്ദത്തോടുകൂടി അന്വയിക്കേണ്ടതാകയാൽ അത് അനുദാത്തപദല്ല, ആദ്യദാത്താണ്. അപ്പൊ അതിലത്തെ പദങ്ങൾ ചെല്ലാം. യൽ 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 പുരുഷം പുരുഷം പുരുഷം. വി എന്നുള്ള ഉപസർഗം ആദ്യദാത്തം. വി വി വി. അദധും ക്രിയാപദം ധാതുവിന്റെ ധാതുവിന്റെ ദധാതി ധത്ത ദധതി എന്ന ധാതുവിന്റെ ഒരു ഭൂതകാലാണ്. അഭൂൽ, അഭൂതം, അഭൂന്നോ, അല്ലെങ്കിൽ അത് ഏതൊരു അത് അതിന്റെ രൂപം എനിക്ക് പ്രത്യേകം ഓർമ്മയില്ല. ഏതായാലും ധാതുവിന്റെ, അതായത് ദധാതി ധത്ത ദധതി എന്ന പരസ്മൈപദമുള്ള അതിന്റെ ഈ ഒരു ഭൂതകാല രൂപമാണ്. അത് ഏത് ലകാരാണ് പെട്ടെന്ന് ഓർമ്മ ഒന്നുമില്ല, ഞാൻ നോക്കിയിട്ടില്ല. അപ്പൊ അത് ഉദാത്തം. അദധൂ അദധൂ അദധൂ. ഇനി ഇതൊക്കെ പദങ്ങൾ കൂട്ടിച്ചേർക്കാം. യൽ പുരുഷം കൂട്ടിച്ചേർക്കുമ്പോ യൽ പുരുഷം യൽ പുരുഷം യൽ പുരുഷം. വി യൽ പുരുഷം വി. ഉച്ചാരണത്തിന്റെ നിഷ്കർഷ പറയുമ്പോ യൽ പുരുഷം വി അങ്ങനെ ചെല്ലാറില്ല. അതായത് ചുണ്ട് കൂട്ടാറില്ല. പുരുഷം എന്ന് അവസാനിക്കുമ്പോൾ ചുണ്ട് കൂട്ടിയിട്ടുള്ള അനുസ്വാരമാണെങ്കിലും ഈ അക്ഷരങ്ങൾ, അതായത് ര ല വ ശ ഷ സ, ഈ 6 അക്ഷരങ്ങള് അനുസ്വാരം കഴിഞ്ഞ് വരുമ്പോ ര, പിന്നെ വ ലാന്നാവുമ്പോ വ്യത്യാസമുണ്ട്. ല എന്നാണ്, ഒരു നഗാരത്തോടു കൂടിയത് പോലെയാണ് അനുസ്വാരം കഴിഞ്ഞ് വരുമ്പോ. യ എന്നുള്ളതാവുമ്പോ ഈയ ശയ്യോ എന്നുള്ള പോലെ. രാന്നാവുമ്പോ ര, പിന്നെ ലാന്നാവുമ്പോ ല. വ വ ഷ ഷ സ. ഇവിടെ വാന്നാണ്. അപ്പോ പുരുഷം വി. ഉദാത്താവുമ്പോ തൊട്ട് മുമ്പത്തെ ഷം എന്നുള്ള അനുദാത്തം. യൽ പുരുഷം വി യൽ പുരുഷം വി യൽ പുരുഷം വി.
അദധു, വി അദധു വ്യദധു. അപ്പൊ യൽ പുരുഷം വ്യദധു. പിന്നെ വീനും ഉദാത്താണ്, അദധുലത്തെ ആനും ഉദാത്താണ്. അപ്പൊ വ്യ എന്നുള്ള ഏകാദേശ അക്ഷരവും ഉദാത്തം തന്നെ. രണ്ടും ഉദാത്താവുകൊണ്ട് കൂട്ടിച്ചേർക്കുമ്പോൾ അതും ഉദാത്താക്കാം. യൽ പുരുഷം വ്യദധു, യൽ പുരുഷം വ്യദധു, യൽ പുരുഷം വ്യദധു. അടുത്ത പാദാണ് കതിധ വ്യകൽപയൻ. 3 പദങ്ങളുള്ളൂ. കതിധ വി അകൽപയൻ, കതിധ വ്യകൽപയൻ. കതിധ എന്നുള്ളത് പുതിയ പദമാണ്. അത് അന്തോദാർത്ഥാണ്. കതിധ 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 വി എല്ലാപ്പോഴും തന്നെയാണ് വി. വി വി അകൽപയൻ, കൽപ്പയതി കൽപ്പയത കൽപ്പയന്തി എന്നുള്ളതിന്റെ ലങ് പരസ്മൈ പദം പ്രഥമ പുരുഷ ബഹുവചനാണ്. അനുദാത്ത പദം അകൽപയൻ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു സൂക്ഷ്മമായിട്ടുള്ള ഒരു കാര്യമാണ്. ക ഇപ്പ എന്നതാണ് അക്ഷരങ്ങൾ, അല്ലാതെ കൽ പ എന്നല്ല. അപ്പോൾ അത് ചെല്ലുമ്പോ ഒരു ക എന്ന് കഴിഞ്ഞിട്ട് കൽ എന്നാക്കാറില്ല. ക ഒന്ന് താമസിച്ചിട്ട് ഇപ്പ എന്നാക്കാണ്. അതായത് ആ കൽപ്പയൻ എന്ന് ചെല്ലാറില്ല. ആ കാൽ എന്ന്, അതായത് എന്നുള്ളത് തകാരല്ല, ലകാരാണ്. അത് പാനോട് കൂടി ചേർത്തിട്ടാണ്. അപ്പോ ആ കാൽപ്പയൻ, ആ കാൽപ്പയൻ, ആ കാൽപ്പയൻ. ഇനി കൂട്ടിച്ചേർക്കാം. കതിധാവി, 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 കതിധാവി. അകൽപ്പയൻ, വ്യകൽപ്പയൻ. അത് വ്യ വി ആ എന്നുള്ളതിന് വ്യ എന്നുള്ള ഏകാദേശം വന്നു. വീന്ന് ഉദാത്തം, അകൽപ്പയനിലത്തെ ആ അനുദാത്തം. അപ്പോ വ്യ എന്നുള്ളതില് വീലത്തെ ഉദാത്തവും അകൽപ്പയനിലത്തെ ആയിന്റെ അനുദാത്തവും. അപ്പൊ ഇവിടെ ഒരു പ്രത്യേക സ്വരസന്ധി ഉണ്ട്. സാമാന്യേന ഉദാത്തത്തിനാണ് പ്രാധാന്യം. വെച്ചാലും ഹ്രസ്വ വികാരം ആണെങ്കിൽ അത് ഇങ്ങനെ വരികയാണെങ്കിൽ, വ്യ എന്നുള്ള അക്ഷരമാണെങ്കിൽ, അപ്പൊ വ്യ അത് സ്വരിതാക്കാം. സ്വരിതാക്കലാണ് പതിവ്. ഹ്രസ്വ അകാരം ആണെങ്കിൽ, ഇവിടെ ഹ്രസ്വകാരാണ്, ഹ്രസ്വ അകാരാണ്. അപ്പോ വ്യകൽപ്പയൻ, അതായത് ഒരു അനുദാത്തത്തിന്റെ പോലെ അത് സ്വരിതാക്കലാണ്. കാരണം ഉദാത്തവും അനുദാത്തവും ചേർന്ന് വ്യ എന്നുള്ളത് അനുദാത്തം പോലെ ആക്കുക. അപ്പൊ അത് കതിധ എന്നുള്ള ഉദാത്തം കഴിഞ്ഞിട്ടാണ്. ആകയാൽ സ്വരിതം പ്രളയം. കതിധ വ്യകൽപ്പയൻ, കതിധ വ്യകൽപ്പയൻ, കതിധ വ്യകൽപ്പയൻ. ഇത് ഋഗ്വേദത്തിലെ ഉച്ചാരണമാണ് വ്യ എന്നുള്ളത്. വ്യ എന്നല്ല, വ്യ. അത് യജുസ്സിലാണെന്ന് വെച്ചാൽ കതിധാവ്യകൽപ്പയൻ എന്നാണ്. ഋഗ്വേദത്തിലാവുമ്പോ കതിധാവ്യകൽപ്പയൻ, പ്രത്യേകിച്ചും കേരള ഉച്ചാരണ രീതി. ഇനി 2 പാദങ്ങളും കൂട്ടിച്ചേർക്കാം. യൽ പുരുഷം വ്യദധു കതിധാവ്യകൽപ്പയൻ.
വിസർഗങ്ങൾ കഴിഞ്ഞ് ഏത് തരം വിസർഗമായാലും അതിനുശേഷം ക ഖ പ ഫ എന്നാണെങ്കിൽ വിസർഗം വിസർഗമായി തന്നെ നിൽക്കും. അപ്പോ യൽ പുരുഷം യദ്ധു കതിധാവ്യകൽപ്പയൻ. പിന്നെ സ്വരം ധൂന്ന് പ്രജയാണ് കാതീധ എന്നാണ് പറയണേ. അപ്പൊ കാനു പ്രജയം തീനനുദാത്തം ധാനുദാത്തം. യൽ പുരുഷം യദ്ധു കതിധാ വ്യാകൽപ്പയൻ. യൽ പുരുഷം യദ്ധു കതിധാ വ്യാകൽപ്പയൻ. യൽ പുരുഷം യദ്ധു കതിധാ വ്യാകൽപ്പയൻ. അടുത്ത അന്തം മുഖംകിമസ്യ കൗബാഹു കാ പൂരുപാദ ഉച്യത്തെ. ആദ്യത്തെ പാദത്തിൽ 8 അക്ഷരം കഴിഞ്ഞാൽ ആദ്യത്തെ പാദം കഴിയും. മുഖംകിമസ്യ കൗബാഹു. മുഖംകിമസ്യ കൗബാഹു. അതിലെ പദങ്ങള് മുഖം കിം അസ്യ കൗബാഹു. മുഖം എന്നുള്ളത് എപ്പോഴും ആദ്യദാത്താണ്. കിം എന്നുള്ളത് കിം ശബ്ദം ഉദാത്തം. അസ്യ എന്നുള്ളത് 2-3 തരത്തിലാവാം. പക്ഷെ ഈ പുരുഷ സൂക്തത്തിലൊക്കെ ഈ അസ്യ എന്നുള്ളതൊക്കെ ഇതേപോലെയൊക്കെ അനുദാത്താണ്. അപ്പൊ അസ്യ. കൗ അതും കിം ശബ്ദത്തിലെ പ്രഥമ വിഭക്തി പുല്ലിംഗത്തിൽ പ്രഥമ വിഭക്തിയിൽ ദ്വിവചനം. അപ്പൊ കിം ശബ്ദത്തിലാവുണ്ട് ഉദാത്തം. ബാഹു ശബ്ദം എപ്പോഴും ബാന്നുദാത്തം ഹൂന്നുദാത്തം. അപ്പൊ ബാഹു എന്നതാണ്. അപ്പോ മുഖം 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 കിം 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 അസ്യ 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 കൗ 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 ബാഹു എന്നാണ് അതിന്റെ ബാഹു ശബ്ദത്തിന്റെ. പക്ഷെ ഇതൊരു പ്രഗൃഹ്യ ശബ്ദമാണ്. അതായത് ഈ ദൂതേ ദ്വിവചനം പ്രഗൃഹ്യം. ദ്വിവചനം അതിപ്പോ നാമങ്ങളായാലും സർവനാമങ്ങളായാലും ക്രിയാപദമായാലും ഈ എന്ന് അവസാനിക്കുക, അല്ലെങ്കിൽ ഊ എന്ന് അവസാനിക്കുക, അല്ലെങ്കിൽ എ എന്ന് അവസാനിക്കുക. അപ്പോ പ്രഗൃഹ്യമാണ്. പ്രഗൃഹ്യം എന്താണെന്നുള്ളത് ഇപ്പോ ഈ ജഡാരഥ ഒക്കെ ചെല്ലുമ്പോഴാണ് ഇത്. അതുപോലെ വാരം ഒക്കെ ചെല്ലുമ്പോഴാണ് അതിന്റെ ആപ്ലിക്കേഷൻ വരിക. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷനെ പറ്റി ഇപ്പൊ തൽക്കാലം പറയണില്ല. പ്രഗൃഹ്യാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇതിന്ന് ചേർക്കുന്നു മാത്രം. ഇതിയുടെ സ്വരം എപ്പോഴും ഈ തീ എന്നാണ്. അപ്പൊ ബാഹു എന്നത് പദം ചെല്ലുമ്പോൾ ബാഹു ഇതിന്ന് ചെല്ലും. ബാഹു ഇതി വിവൃത്തി വേണം. പിന്നെ ഇടയ്ക്കാവുകൊണ്ട് 2 ഇളക്കിയാൽ മതി. ദീർഘം അതിന്റെ ഒരു പദത്തിന്റെ ഇടയ്ക്ക് വരുമ്പോൾ സാമാന്യന് 2 ഇളക്കിയാൽ മതി. ബാഹു ഇതി ബാഹു ഇതി ബാഹു ഇതി. ഇനി പദങ്ങൾ കൂട്ടിച്ചേർക്കാം. മുഖം കിം. അപ്പോ എന്നുള്ള അനുസ്വാരം ക എന്നുള്ള കവർഗത്തിലെ പഞ്ചമാക്കി സന്ധി ചെയ്യണം. അപ്പൊ എന്നുള്ളത്. അപ്പൊ മുഖം കിം. പിന്നെ കിം നുദാത്താവുണ്ട് ഖം എന്നുള്ള അനുദാത്തം. മുഖം കിം മുഖം കിം മുഖം കിം. അസ്യ അനുദാത്തം. മുഖം കിം അസ്യ. കിം നുദാത്താവുണ്ട്, പിന്നെ അസ്യ അനുദാത്താവുണ്ട് സ്വരിതവും പ്രജയവും. മുഖം കിമസ്യ മുഖം കിമസ്യ മുഖം കിമസ്യ കൗ
വിഷമസന്ധി. അപ്പോൾ മുഖം കിമസ്യ കൗ. അപ്പോൾ കൗന്ന് ഉദാത്താവുകൊണ്ട് തൊട്ടുമ്പത്തെ സ്യ അനുദാത്താക്കണം. മുഖം കിമസ്യ കൗ, മുഖം കിമസ്യ കൗ, മുഖം കിമസ്യ കൗ. ബാഹു വിഷമസന്ധിയാണ്. അപ്പോൾ മുഖം കിമസ്യ കൗ ബാഹു. ബാഹു എന്നുള്ളത് ഉദാത്തം അല്ല, അനുദാത്തം ഉദാത്തമാകയാൽ അതുപോലെ ചേർത്താൽ മതി. മുഖം കിമസ്യ കൗ ബാഹു, മുഖം കിമസ്യ കൗ ബാഹു, മുഖം കിമസ്യ കൗ ബാഹു. അടുത്ത പദമാണ് ക ഉരു പാദ ഉച്യത്തെ. അതിലെ പദങ്ങള് ക ഉരു എന്നുള്ളത് കൗ എന്നാണ് ആദ്യത്തെ പദം. പിന്നെ ഊരു, പിന്നെ പാദൗ ഉച്യത്തെ. അപ്പോ കൗ ആ എന്നുള്ളത് ആയിട്ടുള്ള രണ്ട് ആകാര വിവർത്തിയായിട്ടുള്ള രണ്ട് അക്ഷരങ്ങൾ ക ഊരു പാദ ഉച്യത്തെ. ഇത് രണ്ടും ഔ എന്നാണ്, ഔ എന്ന് അവസാനിക്കുന്നതാണ്. അപ്പൊ കൗ ഊരു പാദൗ ഉച്യത്തെ. അപ്പോ കൗ എന്നുള്ളത് ഉദാത്തം. കൗ കൗ കൗ. ഊരു എന്നുള്ളത് ഊരു ഊരു ഊരവ ഉകാരാന്താണ്, ദ്വിവചനാണ്. അപ്പൊ അവിടെയും ഇതിന്ന് ചേർത്ത് ബാഹു ഇതിന്ന് ചെല്ലിയത പോലെ ഊരു ഇതിന്ന് ചെല്ലണം. അന്തോദാത്താണ്. ഊരു ഇതി, ഊരു ഇതി, ഊരു ഇതി. അപ്പൊ ഇതിന്റെ സന്ധി എങ്ങനെയാണെന്ന് വെച്ചാൽ കൗ ഊരു എന്ന് വരുമ്പോ കൗ എന്നുള്ള ഔ എന്നുള്ള ഓഷ്ഠ്യാണ്. ഓഷ്ഠ്യങ്ങൾ ഏതാണ്? ഓ ഉ ഊ ഓ ഔ. എല്ലാത്തിനും ചുണ്ട് ഇങ്ങനെ കോട്ടിയിട്ട് വേണം. ഊ ഊ ഓ ഔ. ഓഷ്ഠ്യങ്ങൾ, ഓഷ്ഠ്യാധരങ്ങൾ കോട്ടിയിട്ട് ചെല്ലുന്നത് അതിനെ ഓഷ്ഠ്യങ്ങൾ എന്ന് പറയണം. അപ്പോ ഓഷ്ഠ്യം അവസാനിച്ച അടുത്ത ഓഷ്ഠ്യം സന്ധി ചെയ്യുമ്പോൾ രണ്ട് തരത്തിലാവാം. ഒന്നുകിൽ വ എന്ന ഒരു ആദേശം വരാം, വ എന്ന്. അല്ലെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്തിട്ട് പോവാം. അപ്പൊ കാവൂരു ഔ എന്നുള്ള പോവും, പിന്നെ ആകാര ദീർഘാവും, പിന്നെ വ കാവ് എന്നാവും. കൗ എന്നുള്ളത് അടുത്ത പദം ഓഷ്ഠ്യം ആണെങ്കിൽ കാവ് എന്നാവും. അപ്പൊ കാവൂരു എന്നാവാം, അല്ലെങ്കിൽ കാ ഊരു എന്നാവും. എന്നുള്ളത് ഡ്രോപ്പ് ചെയ്തിട്ടും ആവാം, ലോപിപ്പിച്ചിട്ട്. അപ്പൊ ഋഗ്വേദത്തിൽ പൊതുവെ അത് ലോപിപ്പിച്ചിട്ടാണ്. കാവൂരു എന്നുള്ള രീതിയല്ല, കാ ഊരു എന്ന്. അതാണ് കാ ഊരു എന്ന് പറഞ്ഞത്. പിന്നെ പാദവും പാദവും വിഷമസന്ധിയാണ്. അപ്പൊ ക ഊരു പാദവും. സ്വരസന്ധിയില് ലൂന്ന് ഉദാത്താണ്, പിന്നെ പാദവിലത്തെ പാനും ഉദാത്താണ്. അപ്പൊ കൂട്ടിച്ചേർക്കുമ്പോൾ അത് രണ്ടും ഉദാത്തായി ആണ് തന്നെ. കാ ഊരു പാദവും, കാ ഊരു പാദവും, കാ ഊരു പാദവും. ഇനി ഉച്യേതേ. ഉച്യേതേ എന്നുള്ളത് ഉച്യതേ ഉച്യേതേ ഉച്യന്തേ, അത് പറയപ്പെടുന്നു. ഇത് ഉച്യേതേ എന്നുള്ള ദ്വിവചനങ്ങളാണ്. കാരണം പാദവും ഊരു എന്നൊക്കെ ഉള്ള ആ ദ്വിവചനത്തോട് ബന്ധപ്പെട്ട ഒരു ക്രിയാപദമാണ്. അപ്പോ അതും പ്രകൃതിയാണ്, അതും ഇതിന്ന് ചേർത്ത് ചേർക്കണം.
അനുദാത്തം ഉച്യത്തെ ഉച്യേതേ അനുദാത്ത പദം പ്രഗൃഹ്യമാവുണ്ട് ഇതിന്ന് ചേർക്കണം. അപ്പോ ഉച്യേതേ ഇതി എന്നാണ് അതിന്റെ പദപാഠം. അത് പ്രഗൃഹ്യാണ് എന്നറിയാൻ വേണ്ടി പദപാഠത്തിൽ അത് ഇതിന് ചേർത്തില്ല. ഉച്യേതേ ഇതി ഉച്യേതേ ഇതി ഉച്യേതേ ഇതി. ഇനി ഇത് കൂട്ടിച്ചേർക്കുമ്പോ ക ഉരു പാദൗ ഉച്യതേ. അപ്പൊ കൗ ഉരു എന്നുള്ളത് ക ഉരു എന്നുള്ള പോലെ ആയപ്പോൾ തന്നെ ക ഉരു പാദൗ ഉച്യതേ എന്നുള്ളത് ക ഉരു പാദ ഉച്യതേ. പാദം എന്നുള്ള സ്വരിതാണ്, ഉച്യതേ സർവാനുദാത്തം. അപ്പൊ ഒക്കെ പ്രജയായിട്ട് കൂടും. കാ ഊരു പാദ ഉച്യതേ. കാ ഊരു പാദ ഉച്യതേ. കാ ഊരു പാദ ഉച്യതേ. ഇപ്പൊ രണ്ട് പാദങ്ങളും വെവ്വേറെ ചൊല്ലി ഇനി കൂട്ടിച്ചേർക്കാം, എന്നിട്ട് അന്താക്കാം. മുഖംഗിമസ്യ കൗ ബാഹു കാ ഊരു പാദ ഉച്യതേ. വിഷമ പദസന്ധിയാണ്. അപ്പൊ അതേപോലെ തന്നെ മുഖംഗിമസ്യ കൗ ബാഹു കാ ഊരു പാദ ഉച്യതേ. സ്വരത്തിനും സ്വരസന്ധിയിലും ധാരാളം പരിചയത്തിലാണ്. ബാഹു എന്ന ഉദാത്തം, കൗ എന്നുള്ള കാനും ഉദാത്തം. അപ്പൊ കൂട്ടിച്ചേർക്കുമ്പോൾ അത് രണ്ടും ഉദാത്തം തന്നെ. മുഖംഗിമസ്യ കൗ ബാഹു കാ ഊരു പാദ ഉച്യതേ. മുഖംഗിമസ്യ കൗ ബാഹു കാ ഊരു പാദ ഉച്യതേ. മുഖംഗിമസ്യ കൗ ബാഹു കാ ഊരു പാദ ഉച്യതേ. ഇനി വിവരണം നമ്മൾ കൂടില്ലാതെ ഒരു 3 തവണ ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ചെല്ലാം. യൽ 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 പുരുഷം പുരുഷം പുരുഷം. വി 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 അദ്ധു അദ്ധു അദ്ധു. യൽ പുരുഷം യദ്ധു യൽ പുരുഷം യദ്ധു യൽ പുരുഷം യദ്ധു. കാത്രിധാ കാത്രിധാ കാത്രിധാ. വി 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 ആകാൽപയൻ ആകാൽപയൻ ആകാൽപയൻ. കാതിധാ വ്യാകാൽപയൻ കാതിധാ വ്യാകാൽപയൻ കാതിധാ വ്യാകാൽപയൻ. യൽ പുരുഷം യദ്ധു കാതിധാ വ്യാകാൽപയൻ. യൽ പുരുഷം യദ്ധു കാതിധാ വ്യാകാൽപയൻ. യൽ പുരുഷം യദ്ധു കാതിധാ വ്യാകാൽപയൻ.
മൂഖം 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 കിം 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 അസ്യ 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 കൗ 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 ബാഹു ഇതി ബാഹു ഇതി ബാഹു ഇതി മുഖം കിമസ്യ കൗ ബാഹു മുഖം കിമസ്യ കൗ ബാഹു മുഖം കിമസ്യ കൗ ബാഹു കൗ 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 ഊരുഹു ഇതി ഊരുഹു ഇതി ഊരുഹു ഇതി പാദൗ 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 ഉച്യത്തെ ഇതി ഉച്യത്തെ ഇതി ഉച്യത്തെ ഇതി കാ ഊരുപാദ ഉച്യത്തെ കാ ഊരുപാദ ഉച്യത്തെ കാ ഊരുപാദ ഉച്യത്തെ രണ്ട് പാദങ്ങളും കൂട്ടിച്ചേർക്കാം. അത് ഒരു കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. വിഷമസന്ധിയാണ്. പിന്നെ രണ്ടിൻ്റെയും ആദ്യത്തെ പാദത്തിന്റെ അവസാനം ഉദാത്തം, അടുത്ത പദത്തിന്റെ ആരംഭം ഉദാത്തം. അപ്പൊ ആ രണ്ട് അക്ഷരങ്ങളും ഉദാത്തം തന്നെ. മുഖം കിമസ്യ കൗ ബാഹു കാ ഊരുപാദ ഉച്യത്തെ മുഖം കിമസ്യ കൗ ബാഹു കാ ഊരുപാദ ഉച്യത്തെ മുഖം കിമസ്യ കൗ ബാഹു കാ ഊരുപാദ ഉച്യത്തെ. അപ്പോ ഇതിന്റെ പദങ്ങളും പദങ്ങളും പാദങ്ങളും അന്തവും ഋക്കൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിന്റെ ഒരു ചെറുതായിട്ടൊരു വളരെ ചുരുക്കത്തിലൊരു വാച്യാർത്ഥം മനസ്സിലാക്കി കൊടുത്തോളം പറയാം. യൽ പുരുഷം യദധോ. യൽ എന്ന് പറഞ്ഞാൽ യദ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എപ്പോഴാണോ പുരുഷനെ വിധാനം ചെയ്തത്. വി അദധോ എന്നുള്ളതാണല്ലോ. അപ്പോ ധാധാത്വമാണ്. വിധാനം ചെയ്തത്, അതിന്റെ രൂപീകരിക്കപ്പെട്ടത്. അപ്പോ കതിധ എന്ന് വെച്ചാൽ ധ എന്ന് പറഞ്ഞാൽ തരത്തില്, ബഹുധ പലതരത്തില്, ഏകധ ഒരു തരത്തില്, ദ്വിധ രണ്ട് തരത്തില്, ത്രിധ മൂന്ന് തരത്തില്, അങ്ങനെ പോകുന്നു. ചതുർധ നാല് തരത്തില്, പഞ്ചധ അഞ്ച് തരത്തില്. അപ്പൊ കതിന്ന് ചോദ്യമാണ്. കതിധ എത്ര തരത്തില്. വ്യാകൽപ്പയൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ക്ലിപ്തപ്പെടുത്തുക. ക്ലിപ്ത എന്നുള്ള ധാതുവിൽ നിന്നാണ്, ക്ലിപ്പ് എന്നുള്ള ധാതുവിൽ നിന്നാണ് കൽപ്പിക്കുക. എത്ര തരത്തിലാണ് അത് ആ വിരാട് പുരുഷനെ ഇങ്ങനെ രൂപീകരിച്ചത് എന്ന ചോദ്യം. പിന്നെ അതിന്റെ കൂടുതൽ ചോദ്യം മുഖം കിമസ്യ അസ്യ വിരാട് പുരുഷ്യ മുഖം കിം. മുഖം എന്താണ്? കൗ ബാഹു അതിന്റെ കൈകള് എന്താണ്? രണ്ട് കൈകള്. കാ ഊരു ഈ തുടകള് എന്താണ്? പിന്നെ കൗ പാദവ്. അപ്പൊ കൗന്ന് ഒരു തവണ വന്നുള്ളെങ്കിലും പാദവ് എന്നുള്ളതിനും കൂടി അത് ഇടണം. കൗ പാദവ് ഉച്യതയെ. അത് പാദവ് പാദ എന്നായിരിക്കും. അല്ലെങ്കിൽ പാൽ പാദവ് പാദ എന്ന് തകാരാന്താവാം. അല്ലെങ്കിൽ
പാദ, പാദവും, പാദ അങ്ങനെയാവാം. എന്തായാലും ഏതാണ് പാദങ്ങളായി പറയപ്പെടുന്നത് എന്ന ചോദ്യം ചോദിച്ചിട്ട് അതിൻ്റെ ഉത്തരാണ് അടുത്തത്, ബ്രാഹ്മണോസ്യ. അപ്പോ ഈ ഭാഗവതം മുതലായ ഗ്രന്ഥങ്ങളിൽ വിരാട് പുരുഷ വർണ്ണനയില് വിരാട് പുരുഷന്റെ പല വിവിധ അവയവങ്ങളെ പറ്റി പറയുന്നുണ്ട്. രോമങ്ങള് എന്താണ് വൃക്ഷങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലും പറയുന്നുണ്ട്. കാലടികള് വേറൊന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇവിടെ വളരെ ചുരുക്കത്തിലെ ചോദ്യവും ഉത്തരവുള്ളൂ. 4 കാര്യങ്ങൾ മാത്രമേ കാര്യമായിട്ട് ചോദിച്ചുള്ളൂ. മുഖം എന്താണ്, കൈ എന്താണ്, തുടകൾ എന്താണ്, കാലെന്താണ്. അപ്പൊ അതിന്റെ ഉത്തരമായിട്ടാണ് അടുത്തത്. അപ്പൊ അടുത്ത എടുക്കാം. ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത ഊരു തദസ്യദ്വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായത. ഇങ്ങനെ 2 അന്തങ്ങൾ. ആദ്യത്തെ അന്തം ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത. അതിൽ ആദ്യത്തെ പാദം ബ്രാഹ്മണോസ്യ മുഖമാസീൽ. അതിൽ 4 പദങ്ങള്. ബ്രാഹ്മണ അസ്യ മുഖം ആസീൽ. ബ്രാഹ്മണ എന്നുള്ള പദം അപ്പോ ഇതിൽ ആദ്യമാണ് വരണേ. അത് അന്തോദാത്താണ്. അപ്പൊ ഇവിടെ അന്തോദാത്താണ് നമ്മൾ പഠിക്കുകയാണ്. പിന്നെ ബ്രാഹ്മണ എന്നുള്ള എവിടെ വരികയാണെങ്കിലും ബ്രാഹ്മണ ശബ്ദമൊക്കെ ബ്രാഹ്മണ അല്ലെങ്കിൽ ബ്രാഹ്മണ അല്ലെങ്കിൽ ബ്രാഹ്മണസ്യ അങ്ങനെ എന്തായാലും വേണ്ടില്ല. ബ്രാന്ന് അനുദാത്തം, മാന അനുദാത്തം, നാനുദാത്തം എല്ലാ വിഭക്തി വചനങ്ങളിൽ. അപ്പോ ബ്രാഹ്മണ 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 അസ്യ സർവാനുദാത്തം. അസ്യ 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 മുഖം കഴിഞ്ഞ ഇടത്തിൽ പഠിച്ചതാണ് ആദ്യദാത്തം. മുഖം 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 ആസീൽ എന്നുള്ള ക്രിയ സർവാനുദാത്തം. ആസീൽ 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 ഈ പദങ്ങൾ ചേർത്ത് ഒറ്റ പദക്കാം. ബ്രാഹ്മണ അസ്യ പദസന്ധിയിൽ അകാര വിസർഗം കഴിഞ്ഞ അ എന്നെടുക്കുകയാണെന്ന് വെച്ചാൽ ഓകാരം വരും. പിന്നെ ഓകാരത്തിന് ശേഷം ആന്ന് വേണമെങ്കിൽ ഒന്നെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് അടുത്ത പദം. ഇവിടെ ഇപ്പോൾ ആ ഓപ്ഷനാണ് അടുത്തുള്ളത്. ബ്രാഹ്മണ അസ്യ ബ്രാഹ്മണോസ്യ. ഇനി എന്താ പറയുക പദസന്ധി സ്വരസന്ധി. ബ്രാഹ്മണ അനുദാത്തം, ആ അസ്യത്തെ അനുദാത്തം. നോ എന്നുള്ള രണ്ടിനും കൂടി ഒറ്റക്ഷരം ഏകാദേശമാണ്, ഒരക്ഷരമായി മാറി. അപ്പോ സ്വാഭാവികമായിട്ടും അത് എന്നുള്ളത് ഉദാത്തമാണോ ചേർക്കേണ്ടത്, ആ എന്നുള്ളത് അനുദാത്തമാണോ വേണ്ടതെന്ന് ചോദ്യം വരും. അപ്പോ ഇവിടെ ഇങ്ങനെ അകാര വിസർഗം കഴിഞ്ഞ അകാരം എടുത്തിട്ടുള്ള ഏകാദേശമാണെങ്കിൽ അത് ഉദാത്തല്ല, അനുദാത്താണെന്ന്. അപ്പൊ ബ്രാഹ്മണോ അനുദാത്തം. പക്ഷെ ഈ ഉദാത്തം പോലെയാണ് ബ്രാഹ്മണ അസ്യ. അപ്പൊ അത് സ്വരിതം. അപ്പോ അവള് ഉദാത്താണെങ്കിലും ഉദാത്തം നമ്മളെ അക്ഷരം വരുന്നില്ല. അപ്പോ അത് ഉദാത്താക്കണ്ട, ഉദാത്തത്തിന് അക്ഷരമൊന്നുമില്ല. അപ്പൊ അത് സ്വരിതാക്കുക. ഉദാത്ത ഇല്ലാത്തത്തിന് സ്വരം, അതായത് ബ്രാഹ്മ അനുദാത്താക്കിയിട്ട് ഉദാത്തത്തിന് ഇല്ലാതെ സ്വരിതാക്കുക. ബ്രാഹ്മണോസ്യ, അതായത് ബ്രാഹ്മണോ അസ്യ എന്നുള്ളതാണ് അവിടെ ഉദാത്തം ഉണ്ട് 2 പദാക്കുമ്പോൾ. അപ്പൊ ഇത് ഇല്ലാത്തതുകൊണ്ട് ഒരു അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു ഉദാത്തം ഉണ്ടെന്നുള്ള രീതിയിൽ ബ്രാഹ്മണോസ്യ ബ്രാഹ്മണോസ്യ. പിന്നെ മുഖം, അപ്പൊ അത് വിഷമസന്ധിയാണ്. പിന്നെ സ്വരം പല ഉദാഹരണങ്ങളുള്ളതാണ്. സ്യാന്ന് അനുദാത്താക്കണം. ബ്രാഹ്മണോസ്യ
ബ്രാഹ്മണോസ്യ മുഖം ബ്രാഹ്മണോസ്യ മുഖം ബ്രാഹ്മണോസ്യ മുഖം ആസീൽ സർവാനുദാത്താണ്. അപ്പൊ ബ്രാഹ്മണോസ്യ മുഖമാസീൽ ഖം എന്നുള്ള സ്വരത്തിന് ശേഷമാവുന്നത് ഇതൊക്കെ പ്രചയാക്കാം. ബ്രാഹ്മണോസ്യ മുഖമാസീൽ ബ്രാഹ്മണോസ്യ മുഖമാസീൽ ബ്രാഹ്മണോസ്യ മുഖമാസീൽ. അടുത്ത പാദം ബാഹു രാജന്യ കൃത. മൂന്ന് പദം ബാഹു പിന്നെ രാജന്യ കൃത. അപ്പൊ ബാഹു എന്നുള്ള മുൻ പറഞ്ഞ പോലെ അത് പ്രഗൃഹ്യ പദമാണ്. ബാഹു ഇതി ബാഹു ഇതി ബാഹു ഇതി രാജന്യ. അതൊരു പ്രത്യേക സ്വര വിധാനമുള്ളതാണ്. രാനം ജാനം അനുദാത്തം, പിന്നെ ജ്ഞാനുള്ളത് ഉദാത്തല്ല, സ്വരിതം. തന്നെ ബ്രാഹ്മണോന്നുണ്ടായില്ലേ, അതുപോലെ. അത് കാരണം എന്താ വെച്ചാൽ രാജന് പിന്നെ യ എന്നുള്ളൊരു പ്രത്യയം ചേർന്നിട്ടുണ്ട്. അപ്പോൾ സാമാന്യനെ യ പ്രത്യയമൊക്കെ അനുദാത്താണ്. പക്ഷെ ജ്ഞ എന്നുള്ള ഒരൊറ്റ അക്ഷരം എടുക്കുകയും അപ്പോ ഈ ഏകാദേശത്തിന്റെ ഒരു ഛായയാണ്. അപ്പൊ ബ്രാഹ്മണോ എന്നുള്ളതിന്റെ ഒരു ഛായ. അതുകൊണ്ട് രാജന്യ രാജന്യ ഒരു അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ധ്യാന കഴിഞ്ഞ ഒരു അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു ഉദാത്തം. പക്ഷെ അത് ഉച്ചരിക്കേണ്ട ഇല്ല. അതുകൊണ്ട് ജ്ഞാന സ്വരിതം. രാജന്യ രാജന്യ രാജന്യ. പിന്നെ കൃത എന്നുള്ളത്. കൃത എന്നുള്ള പദം പോന്നിട്ടില്ല. കൃധാതുവിന്റെ ക്രാന്താണ്. അപ്പോ അത് ഓർമ്മയുള്ളവർക്ക് മനസ്സിലാവും താനുദാത്താണ് ആണെന്ന്. കൃത. അപ്പൊ ഈ കൃത എന്നുള്ള പദം അത് ക്രിയാപദം അല്ലെങ്കിൽ എപ്പോഴും കൃതാന്തായിട്ട് ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ കൃതനോ കൃതാനോ കൃതേന കൃതസ്യ ഒക്കെ ആയി താനുദാത്താണ്. കൃത കൃത കൃത. ഇനി കൂട്ടിച്ചേർക്കാം. ബാഹു രാജന്യ, അത് വിഷമസന്ധിയാണ്. അപ്പൊ പിന്നെ രാ ജാന് അനുദാത്താണ്, പിന്നെ ജ്ഞാന് സ്വരിതം. അപ്പോ ബാഹുരാജന്യ ബാഹുരാജന്യ ബാഹുരാജന്യ. പിന്നെ കൃത അനുദാത്തം ഉദാത്തം. അപ്പൊ സ്വരം അതുപോലെ തന്നെ ചേർത്താൽ മതി. പിന്നെ വിസർഗം കഴിഞ്ഞിട്ടുള്ള ക ആവുകൊണ്ട് വിസർഗം ലോപിക്കാതെ അതേപോലെ തന്നെ ബാഹുരാജന്യ കൃത ബാഹുരാജന്യ കൃത ബാഹുരാജന്യ കൃത. ഇനി ഈ രണ്ട് പദങ്ങളും കൂട്ടിച്ചേർക്കാം. ബ്രാഹ്മണോസ്യ മുഖമാസീൽ ബാഹുരാജന്യ കൃത. സീൽ തകാരാണ്. പിന്നെ ബ എന്നുള്ളത് ആയിട്ടുള്ള ഈ തൃതീയാണ് വരണേ. അപ്പൊ തകാരത്തിന് പകരം ദകാരം വരും. ബ്രാഹ്മണോസ്യ മുഖമാസീദ് ബാഹുരാജന്യ കൃത. അത് പദസന്ധി. പിന്നെ സ്വരസന്ധി അതേപോലെ കൂട്ടിച്ചേർത്താൽ മതി. ബാഹു ആയതുകൊണ്ട് അതേപോലെ കൂട്ടിച്ചേർക്കുക. ബ്രാഹ്മണോസ്യ മുഖമാസീൽ ബാഹുരാജന്യ കൃത. ബ്രാഹ്മണോസ്യ
ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യ കൃതാ ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യ കൃതാ. അപ്പൊ ഈ അന്തത്തില് രണ്ട് ദിക്കില് ഈ പ്രത്യേകത, സ്വരത്തിന്റെ പ്രത്യേകത വരുന്നുണ്ട്. അനുദാത്തം കഴിഞ്ഞ് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഉദാത്തം അത് ഓപ്പൺ ആയിട്ട് ചെല്ലാതെ അടുത്ത അക്ഷരം സ്വരിതാക്കുക. നോ ആ ഭാഗത്ത് പിന്നെ ബാഹുരാജന്യ എന്നുള്ളത്. അപ്പൊ അത് ഓർമ്മിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അവസാനത്തെ അന്തം ഊരു തദസ്യദ്വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായത. ആദ്യത്തെ പാദം ഊരു തദസ്യ യദ്വൈശ്യ. പദങ്ങള് ഊരു തൽ അസ്യ യൽ വൈശ്യ. ഈ 5 പദങ്ങളില് പരിചയപ്പെടാത്ത പദം വൈശ്യ എന്ന് മാത്രമേ ഉള്ളൂ. ഊരു പഴയ പോലെ തന്നെ, തൽ അതുപോലെ തന്നെ, അസ്യ മുമ്പത്തെ പോലെ, യൽ മുമ്പത്തെ പോലെ. വൈശ്യ എന്നുള്ള ആദ്യ പദം, ആദ്യുദാത്ത പദം, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പുതുമ. ഊരു ഇതി ഊരു ഇതി ഊരു ഇതി തൽ 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 അസ്യ 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 യൽ 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 വൈശ്യ വൈശ്യ വൈശ്യ. കൂട്ടിച്ചേർത്ത് പാദം ഉണ്ടാക്കാം. ഊരു തൽ ഊരു തൽ ഊരു തൽ ഊരു തൽ അസ്യ ഊരു തദസ്യ ഊരു തദസ്യ ഊരു തദസ്യ ഊരു തദസ്യ യൽ. അടുത്ത പദം വിഷമസന്ധി. യൽ എന്നതിന് തൊട്ട് മുമ്പത്തെ സ്യാന്ന് അനുദാത്താക്കണം. ഊരു തദസ്യ യൽ ഊരു തദസ്യ യൽ ഊരു തദസ്യ യൽ വൈശ്യ. അപ്പോ തദസ്യ യദ്വൈശ്യ. യാനും ദ്വൈനും രണ്ടും ഉദാത്തം. ഊരു തദസ്യ യദ്വൈശ്യ ഊരു തദസ്യ യദ്വൈശ്യ ഊരു തദസ്യ യദ്വൈശ്യ. അടുത്ത പാദം, ഈ സെറ്റിലെ അവസാനത്തെ പാദം പദ്ഭ്യാം ശൂദ്രോ അജായത. 3 പദങ്ങളാണ്. പദ്ഭ്യാം, പിന്നെ ശൂദ്ര, പിന്നെ അജായത. പദ്ഭ്യാം അന്തോദാത്ത പദാണ്. പദ്ഭ്യാം അത് പദ് പൽ പദൗ പദ എന്നുള്ള ദകാരാന്തം നാമത്തിൽ നിന്നാണ്. അതിൻ്റെ പഞ്ചമി ദ്വിവചനാണ്. പദ്ഭ്യാം പൽകളിൽ നിന്ന്, പത്തുകളിൽ നിന്ന്. അപ്പോ ഈ ഭ്യാം ഭ്യ ഭി ഇങ്ങനെ 3 പ്രത്യയങ്ങൾ ചേർക്കുമ്പോൾ ഭി തൃതീയ ബഹുവചനം. ഭ്യാം എന്നുള്ളത് തൃതീയയിലും ചതുർത്ഥിയിലും പഞ്ചമിയിലും അതിൻ്റെ ദ്വിവചനാണ്. പിന്നെ ഭ്യ എന്നുള്ളത് ചതുർത്ഥിയിലും പഞ്ചമിയിലും ബഹുവചനം. ഈ പ്രത്യയങ്ങള് ഭി ഭ്യാം ഭ്യ എന്നുള്ളത്
ചേർക്കുമ്പോൾ അത് ഒരു ഹ്രസ്വ അക്ഷരത്തോട് കൂടിയിട്ടാണ് ചേർക്കണമെങ്കിൽ അത് ഒടിക്കും നിയമമുണ്ട്. അപ്പൊ പൽ എന്നുള്ളത് ഹ്രസ്വ ആണ്. അപ്പൊ പൽഭ്യാം പൽഭ്യാം എന്ന് ഒടിച്ചു ചേർക്കണം. പൽഭ്യാം പൽഭ്യാം. ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ പ്രകൃതി പ്രത്യയങ്ങൾ ഒടിച്ചിടാറുണ്ട്. ഇവിടെ ഇത് അങ്ങനെയുള്ള ഒരു സന്ദർഭമാണ്. പിന്നെ ശൂദ്ര എന്നുള്ള അന്തോദാത്തം. ശൂദ്ര ശൂദ്ര ശൂദ്ര. അജായത ജനിച്ചു. മുമ്പ് തന്നെ ഉണ്ടായത് പല സന്ദർഭത്തിനും ഇതിനു മുമ്പ് തന്നെ വന്നതാണ്. അജായത അജായത അജായത. ഇനി പദങ്ങൾ കൂട്ടിച്ചേർക്കാം. പദ്ഭ്യാം ശൂദ്ര. പദ്ഭ്യാം ശൂദ്ര എന്നുള്ളത് അനുദാത്തം ഉദാത്തം. പദ്ഭ്യാം ശൂദ്ര അതുപോലെ ചേർത്താൽ മതി. മുമ്പ് പറഞ്ഞ ആ ഒരു കാര്യം ഇവിടെ അപ്ലിക്കബിൾ ആണ്. അതായത് പദ്ഭ്യാം എന്നുള്ള അനുസ്വാരം കഴിഞ്ഞ് ഹാന്നും കൂടി ഉണ്ട്. അത് കഴിഞ്ഞ തവണ പറയാൻ മറന്നു. ഹാന്നും കൂടി ഉണ്ട്. ഈ 6 അക്ഷരങ്ങൾ വന്നാൽ ചുണ്ട് കൂട്ടാതെ ചുണ്ട് കടിച്ചുകൊണ്ട്. അപ്പോ പദ്ഭ്യാം ശൂദ്ര എന്നല്ല, പദ്ഭ്യാം ശൂദ്ര. പദ്ഭ്യാം ശൂദ്ര പദ്ഭ്യാം ശൂദ്ര പദ്ഭ്യാം ശൂദ്ര. അജായത ശൂദ്ര എന്നുള്ള അകാര വിസർഗം അജായത എന്നാകുമ്പോൾ ഓകാരാവും. പദ്ഭ്യാം ശൂദ്രോ. പിന്നെ ആ ഡ്രോപ്പ് ചെയ്ത് ശൂദ്രോജായത എന്നാവാം, അല്ലെങ്കിൽ ശൂദ്രോ അജായത എന്നാവാം. ഇവിടെ 8 അക്ഷരങ്ങൾ കിട്ടണമെങ്കിൽ അത് ആന്ന് പറയുന്ന വേണം. അതാണ് ഉച്ചരിക്കണം. അതുകൊണ്ട് പദ്ഭ്യാം ശൂദ്രോ അജായത. അപ്പൊ ശൂദ്ര ഉദാത്തം, അജായത എന്നുള്ളവർക്ക് സർവാനുദാത്തം, അപസ്വരിതം പ്രചയം. പദ്ഭ്യാം ശൂദ്രോ അജായത. പദ്ഭ്യാം ശൂദ്രോ. ഇവിടെ ഉണ്ട് ഒരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ ഈ പറഞ്ഞല്ലോ, ഓ ഔ ഇതൊക്കെ ഓഷ്ഠ്യങ്ങളാണ്. ഈ ഓഷ്ഠ്യങ്ങൾ, ഒരു ഓഷ്ഠ്യം കഴിഞ്ഞാൽ അടുത്തതും ഓഷ്ഠ്യം ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഗ്യാപ്പ് കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ടെങ്കിൽ അപ്പോ ആദ്യത്തെ ഓഷ്ഠ്യം കഴിഞ്ഞ് രണ്ടാമത്തെ ഓഷ്ഠ്യത്തിന്റെ ഇടയ്ക്ക് ചുണ്ടെടുക്കണം. ദുരോഷ്ഠ്യം എന്നൊരു വാക്കുണ്ടത്. അതായത് ശൂദ്രോ, ഷൂ ചുണ്ടുകൂട്ടി, ദ്രോ ചുണ്ടുകൂട്ടി. അതിന് രണ്ടിനും കൂടിയിട്ട് ഒറ്റ ചുണ്ടുകൂട്ടിൽ പോരാ എന്നാണ് ഏറ്റവും ശാസ്ത്രീയമായിട്ട് ഉച്ചരിക്കുമ്പോൾ. ശൂദ്രോ എന്ന് പോരാ. അപ്പൊ ചുണ്ടെടുക്കുക എന്നാണ് മലയാളത്തിൽ പറയാറുള്ളത്. ഒന്ന് ചുണ്ടൊന്ന് പിളർത്തിയിട്ട് പിന്നെ ദ്രോ. ശൂദ്രോ അജായത. ശൂദോ എന്നാണ് വെച്ചാൽ അവിടെ വിവൃത്തിയൊന്നുമില്ല, അപ്പോ അതിനുള്ള സ്കോപ്പില്ല, അത് വേണ്ടെന്നാണ് വെച്ചിട്ടുള്ളത്. ശൂദ്രോ എന്നവിടുത്തെ ഒരു വിവൃത്തി ഉണ്ടാവും. ദ്രാന്നുള്ള കൂട്ടക്ഷരം ആയതുകൊണ്ട് ഒരു വിവർത്തിക്കണം എന്നുള്ള ആ ഒരു സൗകര്യം ഉണ്ടായതുകൊണ്ട് അവിടെ ചുണ്ടെടുക്കണം. ഇത് മാത്രമല്ല, ഇതേപോലുള്ള എല്ലാ സന്ദർഭങ്ങളിലും ഈ അനുസ്വാരം കഴിഞ്ഞ് പവർഗ് എടുക്കുമ്പോൾ ചുണ്ട് സൗകര്യമുള്ളപ്പോഴൊക്കെ ചുണ്ട് ഒന്ന് വിടർത്തണം എന്നുള്ള പോലെ തന്നെ ഇതിനും കൂടി ആ ഒരു നിയമമുണ്ട്. ഇങ്ങനെ പ്രധാനമായിട്ട് 2 സന്ദർഭങ്ങളിൽ മാത്രമേ, അതായത് അനുസ്വാരം കഴിഞ്ഞ പവർഗ് എടുക്കുമ്പോഴും ഓഷ്ഠ്യങ്ങൾ 2 ഓഷ്ഠ്യങ്ങൾ അടുപ്പിച്ചു വരുമ്പോൾ അവിടെ വിവൃത്തിക്ക് ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ അവിടെയും, അങ്ങനെ 2 സന്ദർഭങ്ങളിലാണ് ചുണ്ടെടുക്കാറുള്ളത്. പദ്ഭ്യാം ശൂദ്രോ അജായത. പദ്ഭ്യാം ശൂദ്രോ
शूद्रो अजायत पद्भ्यां शूद्रो अजायत ഇവിടെ ഇപ്പോ ശൂദ്രോ ആന്ന് പ്രത്യേകം എടുത്തു. ഇനി അതായിരുന്നില്ല എന്ന് വിചാരിക്കാം. നമ്മുടെ അക്ഷരങ്ങളുടെ ക്ലിപ്തിക്ക് ശൂദ്രോജായത എന്ന് വേണ്ടി വന്നിരുന്നുള്ളൂ വെച്ചാൽ അപ്പൊ അവിടെ സ്വരം എങ്ങനെയായിരിക്കും? ഇങ്ങനെയല്ല. അപ്പൊ ദ്രോ എന്നുള്ളതില് ദ്രോ എന്നുള്ളതിലത്തെ ഏകാദേശം വന്നാൽ ദ്രോ എന്നുള്ള ഉദാത്തമുണ്ട്, ആ എന്നുള്ളതിലത്തെ അനുദാത്തമുണ്ട്. ഇപ്പൊ ദ്രോ എന്നുള്ള അക്ഷരത്തില് ശൂദ്രോജായത. അപ്പൊ അവിടെ ഇങ്ങനെ ആവില്ല. ശൂദ്രോജ അങ്ങനെ വരും. അതായത് ഒരു അണ്ടർസ്റ്റുഡ് ദ്രോ എന്നുള്ളതിന്റെ ഉദാത്തം അണ്ടർസ്റ്റുഡ് ആണ് എന്ന് കരുതി അത് സ്വരിതാക്കുക. ശൂദ്രോജായത. ഇതുപോലെ തന്നെയാണ് ബ്രാഹ്മണോസ്യ എന്നുള്ളതായിരിക്കും. ബ്രാഹ്മണോസ്യ എന്നുള്ളത് ഇവിടെ ആന്നില്ല, അതുകൊണ്ടാണ് ബ്രാഹ്മണോസ്യ. പക്ഷേ ഇവിടെ ബ്രാഹ്മണോ അസ്യ എന്നുള്ള ഒരു പാഠം എടുത്ത് വെച്ചാൽ ബ്രാഹ്മണോ അസ്യ ഇവിടുത്തെ പോലെ ശൂദ്രോ അജ എന്നുള്ള പോലെ. അപ്പൊ ഇതിന്റെ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. ബ്രാഹ്മണോ അകാരം ലോപിപ്പിച്ചിട്ടാണെങ്കിൽ ബ്രാഹ്മണോസ്യ, ലോപിപ്പിക്കാതെ ആണെങ്കിൽ ശൂദ്രോ അജായത എന്നുള്ളത്. അപ്പോ ഊരൂതദസ്യ ദ്വൈശ്യ എന്നുള്ള പാദം പഠിച്ചു. പദ്ഭ്യാം ശൂദ്രോ അജായത എന്നുള്ള പാദവും വെവ്വേറെ പഠിച്ചു. ഇനി കൂട്ടിച്ചേർക്കാം. ഊരൂതദസ്യ ദ്വൈശ്യ ഒരു വിസർഗമാണ്. ഏത് വിസർഗയിലും വേണ്ടിയ എടുത്ത് ചേർക്കും. അക്ഷരം ക ഖ പ ഫ ആണെങ്കിൽ വിസർഗം വിസർഗം തന്നെ. പിന്നെ പദ്ഭ്യാം അപ്പൊ അതുപോലെ തന്നെ കൂട്ടിച്ചേർത്താൽ മതി. ഊരൂതദസ്യ ദ്വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായത ഊരൂതദസ്യ ദ്വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായത ഊരൂതദസ്യ ദ്വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായത. ഇനി പഠിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിവരണമൊന്നുമില്ലാതെ ബ്രാഹ്മണ 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 അസ്യ 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 മുഖം 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 ആസീൽ 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 ബ്രാഹ്മണോസ്യ മുഖമാസീൽ ബ്രാഹ്മണോസ്യ മുഖമാസീൽ ബ്രാഹ്മണോസ്യ മുഖമാസീൽ ബാഹു ഇതി ബാഹു ഇതി ബാഹു ഇതി രാജന്യ 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 കൃതാ 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 ബാഹുരാജന്യ കൃതാ ബാഹുരാജന്യ കൃതാ ബാഹുരാജന്യ കൃതാ ബ്രാഹ്മണോസ്യ
ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യ കൃതാ ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യ കൃതാ ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യ കൃതാ ഊരുഹു ഇതി ഊരുഹു ഇതി ഊരുഹു ഇതി തൽ 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 അസ്യ 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 യൽ 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 വൈശ്യ 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 ഊരുതദസ്യ യദ്വൈശ്യ ഊരുതദസ്യ യദ്വൈശ്യ ഊരുതദസ്യ യദ്വൈശ്യ പല്യാം 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 ശൂദ്രാ 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 അജായത 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 പദ്യാം ശൂദ്രോ അജായത പദ്യാം ശൂദ്രോ അജായത പദ്യാം ശൂദ്രോ അജായത ഊരുതദസ്യ യദ്വൈശ്യ പദ്യാം ശൂദ്രോ അജായത ഊരുതദസ്യ യദ്വൈശ്യ പദ്യാം ശൂദ്രോ അജായത ഊരുതദസ്യ യദ്വൈശ്യ പദ്യാം ശൂദ്രോ അജായത. ഇനി ഈ ഋക്കിന്റെ ഒരു മനസ്സിലാക്കിയിടത്തോളം ഒരു ചുരുക്കത്തില് ഒരു വാച്യാർത്ഥം പറയാം. അപ്പൊ ആദ്യത്തെ ഋക്കില് ചോദിച്ചു മുഖംകിമസ്യ, മുഖം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ബ്രാഹ്മണോസ്യ മുഖമാസിൽ, ബ്രാഹ്മണനാണ് ഇവന്റെ ഈ വിരാട് പുരുഷന്റെ മുഖം. അപ്പൊ ഇതൊക്കെ ബ്രാഹ്മണൻ മുഖാണെന്ന് പറഞ്ഞാൽ അത് പിന്നെ എങ്ങനെ വ്യാഖ്യാനിക്കണം? അവനവന്റെ ഇൻഡെപ്തുള്ളായിട്ടുള്ള നോളജ് അല്ലെങ്കിൽ അതിന്റെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് പല അതിനനുസരിച്ചാവും വ്യാഖ്യാനം, അതിന്റെ കേമത്വം, ഗാംഭീര്യം. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ബ്രാഹ്മണോസ്യ മുഖമാസി എന്ന് പറഞ്ഞാൽ, മുഖം എന്ന് പറഞ്ഞാൽ ഈ വദനം, വേറൊരു വാക്കാണ് വദനം. വദനം എന്ന് പറഞ്ഞാൽ വധിക്കുന്നത്, പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവനെ പറ്റി പറഞ്ഞു തരാൻ കഴിയുള്ള ആള്, അതായത് അതിനെപ്പറ്റി അറിഞ്ഞ് അതിനെപ്പറ്റി വിവരിക്കാൻ കഴിയുന്ന ആള് ബ്രാഹ്മണൻ. അങ്ങനെ ഒരു തരത്തിൽ വ്യാഖ്യാനിക്കാമെന്ന് തോന്നുന്നു. അവനെ പറ്റി പറയാൻ കഴിയുന്ന ആള്, അതാ അതിനെ അങ്ങനത്തെ ആരാണോ അവനാണ് ബ്രാഹ്മണൻ. പിന്നെ ബാഹു രാജന്യകൃത. രാജന്യ എന്ന് പറഞ്ഞാൽ രാജാവ്, രാജവംശത്തിൽ ഉണ്ടായവൻ ക്ഷത്രിയൻ. കൃത ചെയ്യപ്പെട്ടു. ബാഹു രാജന്യൻ ബാഹുവായി ചെയ്യപ്പെട്ടു. അല്ലെങ്കിൽ ബാഹു രണ്ട് കൈകളാണ് രാജന്യനായിട്ട് ചെയ്യപ്പെട്ടത്. അപ്പൊ ബാഹു എന്ന് പറഞ്ഞാൽ
ഒരു തരത്തിലുള്ള ഒരു വ്യാഖ്യാനം ഈ കയ്യൂക്ക് എന്നുള്ള ഒരു അർത്ഥം എടുക്കാം. അതായത് ഭരണാധികാരം, ഭരണസാമർഥ്യം, ഭരണ നൈപുണ്യം, ശക്തി, കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തിയുള്ള ആള് എന്ന അർത്ഥത്തിൽ ബാഹു എന്നെടുക്കാമാണെങ്കിൽ, അപ്പൊ അതൊക്കെയുള്ള ആൾക്കാര് യുദ്ധസാമർഥ്യം, ഭരണസാമർഥ്യം, ബലം എന്നൊക്കെയുള്ള ആ ഒരു ഭാഗം ഇദ്ദേഹത്തിന്റെ വിരാട് പുരുഷന്റെ ആ ഒരു ആസ്പെക്റ്റിനെ ക്ഷത്രിയൻ, രാജന്യൻ എന്ന് പറയാം. പിന്നെ അസ്യ യൽ ഊരു തൽ വൈശ്യ, ഇവന്റെ ഊരു തുടകളായിട്ടുള്ള എന്താണോ അത് വൈശ്യൻ. ഒരുപക്ഷെ ഒരു വ്യാഖ്യാനം, ഇതിന് എനിക്ക് തോന്നിയ ഒരു വ്യാഖ്യാനം എന്ന് വെച്ചാൽ മതി, അതിന് കൂടുതൽ നല്ല വ്യാഖ്യാനം ഈ വേദമന്ത്രങ്ങളൊക്കെ അങ്ങനെയാണ്. അവനവന്റെ അറിവും അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് കൂടുതൽ ഗംഭീരമായിട്ടുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത് ആണെങ്കിൽ ഈ പ്രൊഡക്ഷൻ, ഊരു എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് എന്നുള്ള ഒരു അതോട് ബന്ധപ്പെട്ട് എടുക്കുകയാണെങ്കിൽ വൈശ്യനാണ് ഈ പ്രൊഡക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ സമർത്ഥൻ. കച്ചവടം എന്ന് പറയാറുണ്ട്, പക്ഷെ കച്ചവടം മാത്രമല്ല, കച്ചവടത്തിന് കാര്യം പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ കാര്യങ്ങൾ. അപ്പോ ആ പ്രൊഡക്ഷന്റെ സാമർഥ്യമുള്ളവൻ, അവനെ വൈശ്യൻ എന്ന് പറയുന്നു. പിന്നെ പദ്ഭ്യാം ശൂദ്രോ അജായത, ഈ രണ്ട് കാലുകളിൽ നിന്നാണ് ശൂദ്രൻ ഉണ്ടായത് എന്ന് പറയുന്നു. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വ്യാഖ്യാനം, ഈ ശ്രോതാക്കൾക്ക് ഇതിനേക്കാളും നല്ലൊരു വ്യാഖ്യാനം തോന്നിച്ചാൽ അത് ഷെയർ ചെയ്യാം, അത് നല്ലതാണ്, എല്ലാവർക്കും ഉപയോഗപ്രദവും. പക്ഷെ പദ്ഭ്യാം ചലനം, ഈ കാലുകള് അങ്ങനെ ചലിക്കാനുള്ളതാണ്, ഒരു ദിക്കിന്ന് വേറൊരു ദിക്കിലേക്ക് കാര്യങ്ങളൊക്കെ മുൻകൂട്ടി നടത്താൻ. അപ്പൊ അതിപ്പോ കൈ കൊണ്ടായാലും കാലുകൊണ്ടായാലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ ലേബർ വേണമല്ലോ. അപ്പൊ ആ രീതിയിൽ ആ ഒരു അർത്ഥത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നൈപുണ്യമുള്ളവർ അല്ലെങ്കിൽ ശക്തിയുള്ളവർ, അവനെയാണ് ഈ ആ ആസ്പെക്റ്റിലുള്ളവരെ ശൂദ്രൻ എന്ന് പറയുന്നു എന്നെനിക്കൊരു ചെറുതായിട്ടൊരു വ്യാഖ്യാനം തോന്നി എന്ന് മാത്രം, അത് ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പൊ അങ്ങനെ 11, 12 ഇപ്പോൾ റിക്കുകള് ഇപ്പോൾ അധ്യാപനം ചെയ്തു കഴിഞ്ഞു. നമുക്ക് ഇവിടെ സമാപിക്കാം. എല്ലാവർക്കും നമസ്കാരം.